മാലിന്യ നിക്ഷേപ കേന്ദ്രത്തെ ഫുട്ബോൾ ടർഫാക്കി മാറ്റിയിരിക്കുകയാണ് ഏലൂർ നഗരസഭ. മാലിന്യ കൂമ്പാരം ശാസ്ത്രീയമായി സംസ്കരിച്ചാണ് ആധുനിക രീതിയിലുള്ള കളിസ്ഥലം നിർമ്മിച്ച ഇടത് നഗരസഭ നാടിന് മാതൃകയാകുന്നത്. ടർഫ് കോർട്ടും ചിൽഡ്രൻസ് പാർക്കും ഉൾപ്പെടുന്ന കളിസ്ഥലം മന്ത്രി പി രാജീവ് ഇന്ന് നാടിന് സമർപ്പിക്കും. ഏലൂർ കുഴിക്കണ്ടത്തെ 10 വർഷം മുൻപുള്ള കാഴ്ചയാണിത്. ജൈവ അജൈവ മാലിന്യങ്ങൾ അശാസ്ത്രീയമായി കൂട്ടിയിട്ട് ഈച്ചയും തെരുവുനായ്ക്കളും താവളമാക്കിയ ദുർഗന്ധപൂരിത പ്രദേശം. ഇനി 10 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള കാഴ്ച കാണാം. തൊട്ടു മുൻപ് കണ്ട അതേ കുഴിക്കണ്ടം ഇന്ന് ആധുനിക കളിസ്ഥലമാണ്. സ്വന്തം കണ്ണുകളെപ്പോലും വിശ്വസിപ്പിക്കാൻ പ്രയാസമായ ഈ കാഴ്ച സമ്മാനിക്കുന്നത് LDF ഭരിക്കുന്ന ഏലൂർ നഗരസഭയാണ്. മാലിന്യം തള്ളുന്നതിനെതിരെ അന്ന് മുൻനിരയിൽ നിന്ന് പ്രതിഷേധിച്ച യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന AD സുജിൽ അതേ നഗരസഭയുടെ ചെയർമാനായതോടെ പ്രദേശം ഫുട്ബോൾ ടർഫാക്കി മാറ്റി. ആ കഥ ചെയർമാൻ പറയും. 2015 നടന്ന ഇലക്ഷനിൽ ഭരണസമിതി അധികാരത്തിൽ വരുന്നു. ആ ഭരണസമിതിയിൽ ഒരു അംഗമാകാൻ എനിക്ക് കഴിഞ്ഞു. ആ ഭരണസമിതിയാണ് ഇവിടുത്തെ വേസ്റ്റ് ഡംപിങ് യാർഡ് അവിടെ അടപ്പിച്ചു. ഇവിടെയുള്ള ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ജനങ്ങൾക്ക് അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന പ്രക്രിയയാണ് നമ്മൾ ചെയ്തത്. അതിന് എയറോബിക് കമ്പോസ്റ്റ് ബിന്നുകൾ, അതുപോലെ തന്നെ ബയോ കമ്പോസ്റ്റ് ബിന്നുകൾ വീടുകൾക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഹരിതകർമ്മസേന രൂപീകരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. 2021 നമ്മുടെ MLA ആയിട്ട് കളമശ്ശേരിയുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പി രാജീവ് MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു. വ്യവസായ നിയമവകുപ്പ് മന്ത്രിയാവുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിൽ നിന്നൊരു ആശയം ഉയർന്നു വരുന്നത്. കാരണം ഇവിടെ ഈ വേസ്റ്റ് ഡംപിങ് യാർഡ് നമുക്ക് ഒരു നല്ല കളിസ്ഥലമാക്കി മാറ്റാം. അതിന് അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഈ ഫണ്ട് അനുവദിച്ചു തരുന്നത്. അങ്ങനെ മന്ത്രി പി രാജീവ് മുൻകൈയെടുത്ത അംബേദ്കർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60 ലക്ഷം രൂപ ചെലവിലാണ് ആധുനിക കളിസ്ഥലം യാഥാർത്ഥ്യമാക്കിയത്. മാലിന്യ സംസ്കരണ രംഗത്ത് കേരളം ആർജിച്ച നേട്ടത്തിൻ്റെ മറ്റൊരു കാഴ്ചയാണ് ഈ കാണുന്ന ഫുട്ബോൾ ടർഫ്. ഒരു കാലത്ത് മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന ഈ സ്ഥലത്തെ കളിസ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് ഏലൂർ നഗരസഭ. ഏലൂരിൽ നിന്നും ക്യാമറാമാൻ അഖിൽ ഷായ്ക്കൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.